ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്, ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു പറശ്ശിനിക്കടവ് ടെമ്പിൾ. സോ കുറേ കാലമായി വിചാരിക്കുന്ന കാര്യമാണ് ഇവിടെ വരണം എന്നുള്ളത്. ടൈം ഒക്കാത്തത് കൊണ്ട് ഇന്നാണ് വരാൻ പറ്റിയത്. ഇപ്രാവശ്യം വന്നപ്പോൾ ഞാനും ഏട്ടനും അമ്മയും 2 അനിയന്മാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം 4.5 മണിക്കൂറുണ്ട് കേട്ടോ മുത്തപ്പൻ കാവിലേക്ക്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡായിരുന്നു കേട്ടോ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 2 വഴികളാണുള്ളത്. ഒന്ന് ഒരുപാട് പടിക്കെട്ടുകളൊക്കെ ഉള്ള വഴിയാണ്, അത് എത്തിച്ചേരുന്നത് ഈ ഒരു പോയിന്റിലാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് റോഡിലൂടെ വരുന്ന ആ വഴിയാണ് കേട്ടോ. പടിക്കെട്ടുകളിലൂടെ വരുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭഗവതി ടെമ്പിൾ ഉണ്ട് കേട്ടോ, അത് നമുക്ക് കാണാൻ പറ്റുമേ. അങ്ങനെ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രസാദ കൗണ്ടറാണ്. തൊട്ടപ്പുറത്ത് തന്നെ വഴിപാട് കൗണ്ടറും ഉണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ദൈവമാണ് കേട്ടോ മുത്തപ്പന് ജാതിയോ മതമോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ അമ്പലത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ. അതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വളപ്പട്ടണം എന്ന് പറയുന്ന ഒരു റിവറിനെ ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ് കേട്ടോ. ഈ ഒരു പുഴയിൽ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് വേണം കേട്ടോ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. ഇൻസൈഡ് ദി ടെമ്പിൾ വി ക്യാൻ മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെ അകത്തുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഹലോ ഗായ്സ്. അതല്ലേ അമ്പലമൊക്കെ തൊഴുന്ന മുത്തപ്പനെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും അത് പിന്നെ നിർബന്ധമാണല്ലോ, അതൊക്കെ എടുത്ത് കുറച്ച് നേരം നിന്നു. ബിക്കോസ് അത്ര പീസ്ഫുള്ളും കാമും ഒക്കെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രമാണ് കേട്ടോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ചില നായകളെയൊക്കെ കാണാം കേട്ടോ. മുത്തപ്പൻ്റെ വാഹനമായിട്ടാണ് നായകളെ കണക്കാക്കുന്നത്. സോ അതിനുശേഷം ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇവിടെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വരിയും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ 2-3 പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടുത്തെ ഊണ് കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് മുത്തപ്പൻ്റെ ഊണ് കഴിക്കാൻ വേണ്ടി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ദിവസവും അന്നദാനം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ മുത്തപ്പൻ്റേത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്രൗഡ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്ക് പ്ലേറ്റ് കിട്ടിട്ടോ. ഈ പ്ലേറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം, നല്ല ഭംഗിയുണ്ടല്ലേ. അകത്തേക്ക് കയറിയപ്പം തന്നെ നല്ല മോരൊക്കെ മണക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മോരും പരിപ്പ് കറിയായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും പറയണ പോലെ ഈ ചോറിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നല്ലൊരു നൊസ്റ്റു ഫീലാണിത് കഴിക്കുമ്പോൾ. അങ്ങനെ പതിയെ ആസ്വദിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ അതേ ഈ ഫുഡ് പാത്തിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് അതിലൊക്കെ കയറിയിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. മുത്തപ്പൻ്റെ പ്രസാദം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ വാഴൻ്റെ ഇലയിൽ വൻപയറും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ളൊരു പ്രസാദമാണ് അവിടെ നിന്ന് കിട്ടുക. കൂടെ ഒരു ചായയും കൂടെ ഉണ്ടാവും കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ ഒരു നേരത്തെ വിശപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് ഈ ഒരു പ്രസാദം തന്നെ മതി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ കുറേ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വിഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനത് ഒറിജിനൽ വെള്ളം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കിയതാണ്. സംഭവം ഒറിജിനൽ. പിന്നെ അവിടെ കുറേ ഷോപ്പിലൊക്കെ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകുന്നൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.